അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, 1447 ഹിജറ ഷഅബാൻ 30, അതായത് ഫെബ്രുവരി 17 ചൊവ്വാഴ്ചയായിരുന്നു. അത് ഉറപ്പിക്കാൻ അള്ളാഹു അവൻ്റെ മഹത്തായ പല ദൃഷ്ടാന്തങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പൂർണ്ണ സൂര്യഗ്രഹണമുണ്ടായി ഈ ഫെബ്രുവരി 17 ചൊവ്വാഴ്ച. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഒരു ചന്ദ്രമാസത്തിലെ അവസാനത്തെ ദിവസമാണ് എന്ന് ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്വാഭാവികമായും 1-ാം തീയതിയാണ്. നമ്മുടെ ഇബാദത്താണെങ്കിൽ ഇബാദത്ത്, നോമ്പാണെങ്കിൽ നോമ്പ്, പെരുന്നാൾ ഒക്കെ ആഘോഷിക്കാവുന്ന തീയതി പിറ്റേന്ന് 1-ാം തീയതിയാണ്. ആ 1-ാം തീയതി ലോകത്ത് 53ഓളം മുസ്ലിം അറബി രാജ്യങ്ങൾ നോമ്പ് ആരംഭിച്ചു. 18-ാം തീയതി ബുധനാഴ്ച റമദാൻ ആരംഭിച്ചു, സൗദി അടക്കം. അപ്പോൾ കേരളത്തിൽ നമുക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രകല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എണ്ണി വന്നത് അന്ന് 29 ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അന്ന് ഷഅബാൻ 30 ആയിട്ടുണ്ട് ചൊവ്വാഴ്ച. അങ്ങനെ അവരെന്ത് ചെയ്തു, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വ്യാഴാഴ്ചയാണ് നോമ്പ് ആരംഭിച്ചത്. ഇന്നവർക്ക് 26 നോമ്പായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ 27 നോമ്പാണ് ഈ ഭൂമിയുടെ ചന്ദ്രൻ കാണിച്ചിട്ടുള്ള തീയതി അനുസരിച്ചുള്ളത്. കേരളം വളരെ പിന്നിലാകിപ്പോവുകയാണ് ഈ വിഭാഗത്തുകളിലൊക്കെ. ഇവിടുത്തെ മതനേതൃത്വം ഈ കാര്യത്തിൽ വളരെ അശ്രദ്ധ പുലർത്തുന്നു എന്ന് ഞാൻ ആരോപിക്കുക തന്നെയാണ്. അല്ലാഹു യസ്അലൂനക അനിൽ ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന സൂറത്തുൽ ബഖറ 189 വചനത്തിലൂടെ ചന്ദ്രക്കലകളുടെ നിരീക്ഷണത്തിലൂടെയാണ് മാസം തീരുമാനിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു. അതിനെ പിന്താങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജഅലല്ലാഹു ലഹില്ലത മവാഖീത ലിന്നാസി ഫസൂമു ലിറുയതിഹി വഅഫ്ദിറു ലിറുയതിഹി. അള്ളാഹു ചന്ദ്രക്കലകളെ നിങ്ങൾക്ക് കാലഗണനാ മാനദണ്ഡമാക്കിയിട്ടുണ്ട്. അതിനാൽ അത് നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പനുഷ്ഠിക്കണം, പെരുന്നാൾ ആഘോഷിക്കണം. വല്ലപ്പോഴും വല്ല മാസങ്ങളിലും അങ്ങനെ ചന്ദ്രക്കലകൾ കാണാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നിങ്ങൾ ആ മാസത്തെ 30 ആക്കുക എന്നാണ്. എല്ലാ മാസവും 29 നോക്കുക, എന്നൊരു കണ്ടില്ലെങ്കിൽ 30 ആക്കുക, അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. അത് വിദേഹത്താണ്. അങ്ങനെ അയല നിരീക്ഷിച്ചാലും നമുക്ക് ബോധ്യമായി കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി റമദാൻ 1 എന്ന്. അതിന് തെളിവെന്താണ്? അന്ന് സൂര്യാസ്തമന ശേഷം ചക്രവാളത്തിൽ ഒരു മണിക്കൂറിലോളം സമയം ചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. അത് 1-ാം തീയതിക്കത്തെ ചന്ദ്രക്കലയാണ്. അന്ന് പകൽ നോമ്പുകാരൻ്റെ ആകതായിരുന്നു. അതായില്ല നമ്മൾ. അപ്പോൾ ഖുർആൻ അനുസരിച്ച് പറയുമ്പോൾ ഖദ്ദർനാഹു മനാസില എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. മനാസിൽ നിർണയിച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഹില്ലക്ക് അവസാനത്തെ ഒരു കാഴ്ചയുള്ള അവസ്ഥയും പറഞ്ഞു. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജുനുൽ ഖദീം. ഉർജുനുൽ ഖദീം എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ട് എന്ന്. കഴിഞ്ഞ മാസത്തെ ഉർജുനുൽ ഖദീം ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. തിങ്കളാഴ്ച 16-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ 17-ാം തീയതി പിന്നെ ചൊവ്വാഴ്ച ചന്ദ്രന് ഫേസ് തന്നെ ഇല്ലാത്ത ദിവസമാണ്. അന്ന് ചന്ദ്രനെ ഭൂമിയിൽ എവിടെയും കാണില്ല, ചക്രവാളത്തിൽ എവിടെയും കാണില്ല, കിഴക്കിലും പടിഞ്ഞാറിലും കാണില്ല. കാരണം കഴിഞ്ഞ മാസം ഷഅബാൻ 30 ദിവസം ഉണ്ടായിരുന്നു. 30-ാമത്തെ ദിവസം വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ ആയത്തുൽ ലൈലി മഹൗന ആയത്തുൽ ലൈലി എന്ന് പറഞ്ഞല്ലോ. മഹൗന ആയത്തുൽ ലൈലി, രാത്രിയുടെ അടയാളമായ ചന്ദ്രക്കലയെ നാം തേച്ചു മാച്ചു കളയുന്നു. അങ്ങനെ ഒരു പ്രതിഭാസം കൂടി സംഭവിക്കുന്നുണ്ട്. അതോടുകൂടി ആ മാസം മാറി എന്നതെല്ലാം കൂടി ഉറപ്പായപ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു. അൽഹംദുലില്ലാഹ് റബ്ബിൽ തൗഫീഖോടുകൂടി ഇന്ന് തിങ്കളാഴ്ച അഥവാ 16-ാം തീയതി, മാർച്ച് 16-ാം തീയതി, ഇന്ന് തിങ്കളാഴ്ച നോമ്പ് 27 മാറിയിട്ടുണ്ട്. ഇനി 28, 29, 30 ദിവസമാണ് ബാക്കിയുള്ളത്. നാളെ 28-ാം തീയതിയാണ്. കണ്ടുള്ളവർ കാണാനും ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നിരീക്ഷിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് വീക്ഷിക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നാളെ സൂര്യാസ്തമനത്തിൻ്റെ സുബഹിൻ്റെ തൊട്ട് മുൻപുദിക്കുന്ന ചന്ദ്രക്കല കാണാം. സൂര്യൻ സുബഹി ആകുന്നതിന് മുമ്പ്, സുബഹി വാങ്ങ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉദിക്കുന്ന ചന്ദ്രക്കല ഉണ്ടാവും നാളെ 28-ന്.
29 സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അഥവാ ഫജറിന് ശേഷം, ഫജർ ഭാഗമൊക്കെ കൊടുത്ത് നേരം വെളുക്കാൻ നേരത്ത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ചന്ദ്രക്കല ഉയർന്നു വരും. ആ ചന്ദ്രക്കലയാണ് ഉർജുൽ ഖദീം, ലാസ്റ്റ് വിസിബിൾ ക്രസൻറ്റ്, അവസാനമായി കാണാൻ പറ്റുന്ന ചന്ദ്രക്കല. ഖുർആൻ പറഞ്ഞതാണ് ആദകൽ ഉർജുൽ ഖദീം. 1-ാം തീയതി നിങ്ങൾ എങ്ങനെ കണ്ടുപോകും, അതുപോലെ തിരിച്ചെത്തുന്ന ഒരവസ്ഥ. ആ കല 1-ാം തീയതിയിലെ അസ്തമന ചന്ദ്രനെ കാണുമ്പോൾ ഒരവസ്ഥ ഉണ്ടല്ലോ, അത് മനോഹരമായ അതേ അവസ്ഥയിൽ ഈ ചന്ദ്രക്കല മടങ്ങി വരുന്നുണ്ട്. അതെപ്പോഴാണ്? ആ മാസത്തിലെ അവസാന ദിവസത്തിൻ്റെ തലേ ദിവസമാണ്. അത് കഴിഞ്ഞ് 29-ാം തീയതി അഥവാ 18-ാം തീയതി, മാർച്ച് 18-ാം തീയതി ഈ ഉർജുൽ ഖദീം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 19-ാം തീയതി നിങ്ങൾക്ക് പടിഞ്ഞാറോ കിഴക്കോ ആകാശത്തിൻ്റെ നടുവിലോ രാത്രിയോ പകലോ ഒരിക്കലും ചന്ദ്രക്കല കാണാൻ കഴിയില്ല. നിരീക്ഷിക്കും, നിങ്ങൾ കാണിച്ചു തരും, കാണില്ല. കാണുന്ന രീതിയിലുള്ള ചക്രവാള സീമകളിൽ എത്തണമെങ്കിൽ ഒരു ദിവസം കഴിയണം. ഒരു ദിവസം ഞാൻ 12 ഡിഗ്രിയാണ്. 12 ഡിഗ്രി സൂര്യനിൽ നിന്ന് അകന്നാൽ മാത്രമേ കാണുള്ളൂ. ഈ വരുന്ന 19-ാം തീയതി വ്യാഴാഴ്ച നമ്മളെ കേരള ചക്രവാളത്തിൽ 20-22 മിനിറ്റ് വരെ ചന്ദ്രക്കല ഉണ്ടാകുമെന്ന് കണക്കുകൾ അറിയിക്കുന്നു. കാരണം ന്യൂമൂൺ സംഭവിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുന്നു. ഏതാണ്ട് 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനാണ് 5 ഡിഗ്രി, സൂര്യനിൽ നിന്ന് 5 ഡിഗ്രിയെ ചന്ദ്രൻ അകന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആളുകളെ, പണ്ഡിതന്മാരൊക്കെ പറ്റിക്കാൻ വേണ്ടി സൗദി അറേബ്യ ചെയ്യുന്ന മാതിരി ക്യാമറ ഒക്കെ കൂടി കടപ്പുറത്ത് കൊണ്ടുപോയി നോക്കിയാലും നേരെ ആ ക്യാമറ പതിയുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ജ്വാലയിലേക്കാണ്. അതിലൊരിക്കലും എന്തില്ല, ഈ നിസ്സാരമായ ചന്ദ്രൻ്റെ വെളിച്ചം തട്ടിയ, ഇലുമിനേഷൻ തട്ടിയ ആ ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ കണക്കുകൊണ്ട് ആ ചന്ദ്രൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും. ഇത്ര മിനിറ്റ് ചക്രവാളത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ റമദാൻ 30-ാം തീയതി അഥവാ 19-ാം തീയതി തീർച്ചയായിട്ടും മക്കയുടെ ബോർഡറിലും കൂടുതൽ സമയമുണ്ട്. 20-ലധികം 28-30 മിനിറ്റ് സമയം അവിടെ ചക്രവാളത്തിലുണ്ടാകും. പക്ഷെ കാണാൻ കഴിയില്ല. അവർ ഉപകരണങ്ങളിലൂടെ നോക്കിയാലും കാണാൻ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ ഈ 30-ാം തീയതി ചന്ദ്രക്കലന് കാട്ടിത്തരുമോ? നമ്മൾ കേരളത്തിൽ 8 മിനിറ്റും 6 മിനിറ്റും 12 മിനിറ്റും ഒക്കെ ഉള്ളപ്പോൾ ഇതിന് മുമ്പുള്ള കാലങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇപ്പം 2-3-4 വർഷങ്ങളായിട്ട് കാണാതായിട്ടുണ്ട്. എന്താ കാണാതിരിക്കാൻ കാരണം? നമ്മൾ ശക്തമായ ബോധനം നടത്തി, ആളുകൾ ബോധവൽകൃതരായി, മാസക്കോയ പിന്മാറി, അതുപോലെ പൊന്നാനിയിലും അതുപോലെ തന്നെ കാപ്പാടും മാസം കാണുന്ന പരിപാടി നിന്ന്. കാരണം ക്യാമറയുമായി വലിയ വലിയ ചാനൽക്കാരൊക്കെ വന്നു പിന്നാലെ തുടർന്നപ്പോൾ കാണൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയൊരു ദുരന്തമാണിപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നവോത്ഥാന പ്രസ്ഥാനക്കാരും അവരോടൊപ്പം കൂടിയിട്ട് സമസ്തക്കാർ തമാശയിൽ, ഞാനൊരു തമാശ പറഞ്ഞോട്ടെ സമയത്ത്, കഴിഞ്ഞ ആഴ്ചയിലെ റമദാൻ അവസാന വെള്ളിയാഴ്ചയാണ് യഥാർത്ഥത്തിൽ. അതിൽ അസ്സലാമു അലൈക യാ ഷഹ്റു റമദാൻ എന്ന് സുന്നികളൊക്കെ സാധാരണ പറയാറുള്ളത് പല സുന്നി പള്ളികളിലും ആ ഖുത്ബയിൽ അസ്സലാമു അലൈക യാ ഷഹ്റു റമദാൻ പറഞ്ഞിട്ടില്ല എന്നാ. അപ്പോൾ സമസ്തക്കാർ ഏതാണ്ട് തീരുമാനിച്ചതുപോലെ തന്നെയാണ് ഈ 30-ാം തീയതി, ഈ ഷാബാൻ റമദാൻ 30-ആയ, യഥാർത്ഥ ഷാബാൻ 30-ആയ അന്ന് ഇവിടുത്തെ 29, അതായത് 19-ാം തീയതി, മാർച്ച് 19-ാം തീയതി ചന്ദ്രക്കല കണ്ടില്ലെന്നും പറഞ്ഞ് ഇവർ പെരുന്നാൾ ശനിയാഴ്ചത്തേക്ക് മാറ്റും എന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട്. അഥവാ മാറ്റാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ അവർ മുറുകെ പിടിച്ചവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം പടച്ചവൻ ഇത്ര അധികം തെളിവുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടും നമ്മളത് വീക്ഷിക്കാതെയും നിരീക്ഷിക്കാതെയും പഠിക്കാതെയും എന്തെങ്കിലുമൊക്കെ പാരമ്പര്യമായി ചെയ്തു വന്നാൽ അതിന് യാതൊരു അടിത്തറയും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനേക്കാൾ വേറൊരു തമാശ ഞാൻ പറയാം. ഈ വെള്ളിയാഴ്ച എങ്ങാനും പെരുന്നാൾ വന്നാൽ, ഈദും ജുമായും ഒന്നിച്ചു വന്നാൽ എന്തു ചെയ്യണമെന്നത് വലിയ തല്ലും തർക്കവും സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിൻ്റെ വിഷയമായി മാറിയിട്ടുണ്ട്. അത് തല്ലാനൊന്നുമില്ല. അത് രണ്ട് ജുമ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ജുമ നമസ്കരിച്ചവർക്ക് നിർബന്ധമൊന്നുമില്ല വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ പള്ളികളിലെല്ലാം ജുമ രണ്ടും നടത്തണമെന്ന്, പള്ളിയിൽ ജുമ നടത്തണമെന്ന് നിർദ്ദേശവുമുണ്ട്. അത് അത്ര വളരെ ലളിതമായ വിഷയമാണ്. പക്ഷെ അതിൽ തർക്കം കൂടുകയാണ്. തർക്കം കൂടുന്നതിന് എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? ഇവരെങ്ങനെയാണ് നേരത്തെ കാലത്ത് അങ്ങനെ പറയാം? കാരണം മാസം കാണാൻ തീരുമാനിക്കാൻ പറ്റുമോ? മാസം കണ്ടതിന് ശേഷം നമ്മൾക്ക് വ്യാഴാഴ്ച രാത്രി പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ തന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ചർച്ച ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല പുണ്യകർമ്മം കൂടുതലായി. അന്ന് പെരുന്നാൾ ജുമയ്ക്ക് ഭംഗിയായി എല്ലാവർക്കും നിർവഹിക്കാം. അത് നിർവഹിച്ച ആളുകൾ പിന്നെ മറ്റേ ജുമയിൽ പങ്കെടുക്കുന്ന വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ.
അത് വേണമെങ്കിൽ അതിലും പങ്കെടുക്കാം, ഒരു വിരോധവുമില്ല, നിരോധിക്കപ്പെട്ടതല്ല. പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിന് പകരം നമസ്കരിക്കണമെന്ന് എല്ലാ ഫുഖഹാക്കളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ 30-ാം തീയതി എങ്ങാനും ചന്ദ്രക്കല കാണിച്ചു തരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുകയാണ്. കാണിച്ചു തരികയാണെങ്കിൽ കൃത്യമായിട്ട് 20 മിനിറ്റിലുള്ള ചന്ദ്രക്കല കാണിച്ചു തരികയാണെങ്കിൽ, കാണുക അസംഭവ്യമാണ്. ശാസ്ത്ര ലോകം പറയുന്നത് മൂൺ ലാഗ് സൂര്യാസ്തമനത്തിന് ശേഷം 48 മിനിറ്റ് അഥവാ 12 ഡിഗ്രിയുടെ സൂര്യനിൽ നിന്ന് ചന്ദ്രൻ്റെ അകലം, അത്രയും സമയം ഉണ്ടെങ്കിലല്ലാതെ സൂര്യാസ്തമനം കഴിഞ്ഞ് ചന്ദ്രൻ 48 മിനിറ്റ് സമയം ചക്രവാളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലല്ലാതെ ആ ചന്ദ്രക്കല കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചന്ദ്രക്കല കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് പച്ച നുണയായിരിക്കും. പിന്നെ എന്തേ ഉള്ളൂ നമുക്ക് നിർവാഹം? അള്ളാഹു പറഞ്ഞതുപോലെ അഹില്ലത്തിനെ എണ്ണി വന്ന് അതിനെ നിരീക്ഷിച്ച് കൃത്യമായ ചന്ദ്രക്കല ഇല്ലാത്ത ദിവസം ഏതെന്ന് അടയാളപ്പെടുത്തി പിറ്റേ ദിവസം 1-ാം തീയതിയാണ് എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യവും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും കൃത്യമായി പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലും വ്യക്തമായ ഒരു തെളിവാണ് നമുക്ക് ഈ 30-ാം തീയതി തെളിയിക്കുന്ന തെളിവ്. അതനുസരിച്ച് 1-ാം തീയതി തീർച്ചയായിട്ടും നമ്മുടെ പെരുന്നാളാകേണ്ടതാണ്. ആ പെരുന്നാൾ ദിവസം നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ്. ആ ദിവസത്തെ നമ്മൾ പവിത്രമായ ദിവസമായി കാണുക തന്നെ വേണം. ആ പവിത്രത ലംഘിക്കുന്ന രീതിയിൽ മാസത്തിൻ്റെ പവിത്രതയെ ലംഘിക്കുക വലിയ കുറ്റപരമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമൻ സിയാദത്തുൻ ഫിൽ കുഫർ എന്നാണ്. കാരണം ആകാശഭൂമികൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹു തആല 12 മാസം നിർണയിച്ചിട്ടുണ്ടെന്നും അതിൽ 4 പവിത്ര മാസമാണെന്നും ആ പവിത്ര മാസത്തിൻ്റെ പരിശുദ്ധി ലംഘിക്കാൻ പാടില്ലെന്നും അങ്ങനെ ലംഘിക്കുന്നത് വലിയ അപകടകരമായ സംഗതിയാണെന്നും ഇവിടെ എങ്ങനെ ലംഘനം വരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. 30-ാം തീയതിയിലെ റമദാൻ 30 ഈ മാസത്തിലെ 30-ാം തീയതിയിൽ എത്തുമ്പോഴേക്ക് നമ്മൾക്ക് 30 നോമ്പ് തികയണം. ലോകത്തുള്ള എല്ലാവർക്കും ഈ കൊല്ലം റമദാൻ 30 മാസമാണ്. എങ്ങനെ കേരളക്കാരായ ആളുകൾ അന്ന് 19-ാം തീയതി മാസം കണ്ടിട്ടാണ് ഉറപ്പിക്കുന്നത് 29 നോമ്പിലേ ആവുള്ളൂ? അവർക്കൊരു നോമ്പിന് ഇഷ്ടപ്പെട്ട്. ലോകത്തെ 53ഓളം രാഷ്ട്രങ്ങളിലെ മുസ്ലിങ്ങൾ ബഹുഭൂരിഭാഗവും നോമ്പ് നോറ്റിട്ടുണ്ട്. അവർക്ക് 30 തികഞ്ഞു. എങ്ങനെയാണ് ഒരു ഇബാദത്ത് ഒരു കൂട്ടർക്ക് ഭൂലോകത്ത്, ഒരു കൂട്ടർക്ക് 29, ഒരു കൂട്ടർക്ക് 30 ആവാം? ഒരു ദിവസത്തിൻ്റെ ഒരു തീയതിയല്ലേ ഉണ്ടാവൂ? ഒരു തീയതിക്കല്ലേ ഒരു ദിവസം? അത് മാറാൻ പാടില്ലല്ലോ. അതിൻ്റെ പവിത്രത ലംഘനം വന്നില്ലേ? അപ്പോൾ ഈ വരുന്ന 19-ാം തീയതി, മാർച്ച് 19-ാം തീയതി ഈ മാസം അവസാനിക്കാതിരിക്കുകയും പിറ്റേ ദിവസത്തേക്ക് ഈ മാസത്തെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫർ തന്നെയാണ്. അല്ലെന്ന് വെറുതെ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അള്ളാഹു പറഞ്ഞ ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫർ യളില്ലു ബിഹിൽ ലദീന കഫറു യുഹില്ലുനഹു ആമൻ വയുഹർരിമുനഹു ആമാ ലിവാത്തി ഉദ്ദത മാ ഹറമ, എണ്ണം തേക്കാൻ വേണ്ടിയിട്ട്. ലിവാത്തി ഉദ്ദത മാ ഹറമല്ല, അള്ളാഹു പവിത്രമാക്കിയതിൻ്റെ എണ്ണം എങ്ങനെയെങ്കിലും തെക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. അതന്നെയാണ് ഇവിടെയും നടക്കുന്നത് സത്യത്തിൽ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തമാശകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈദ് കൃത്യമായി തന്നെ ഈ വെള്ളിയാഴ്ച എല്ലാവരും നടത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. വേറെ രസം എന്താണെന്നറിയോ? എല്ലാവരും ഇപ്പോൾ ഈദിൻ്റെ സമയം, സ്ഥലം, സമയം, ആളെ ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ദിവസം മിണ്ടാട്ടമില്ല. നൂറുകണക്കിൽ പരസ്യങ്ങളാണ് ഇപ്പോൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിടത്ത് ഇപ്പോൾ കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ മുജീബുർ റഹ്മാൻ എന്ന ആളാണ് ഈ സംയുക്ത ഈദ്ഗാഹിൽ നേതൃത്വം വഹിക്കുന്നത്. അത് കടപ്പുറത്ത് വെച്ചിട്ടാണ്. അത് 7:15 തുടങ്ങുന്നത്. അതിന് സംയുക്ത കമ്മിറ്റിയാണ് നടത്തുന്നത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇന്ന ദിവസം എന്ന് പറയാൻ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളായ മുജാഹിദ് പ്രസ്ഥാനങ്ങളിലെ എല്ലാ വിഭാഗങ്ങൾക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമാകുന്നില്ല. എന്തൊരു അപമാനകരമായ പരിഹാസ്യമായ വിഷയമാണ് എന്നുകൂടി അവർ മനസ്സിലാക്കണം. ദിവസം അവർക്ക് പറയാൻ കഴിയുന്നില്ലെന്ന്, തീയതി പറയാൻ കഴിയുന്നില്ലെന്ന്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്, പരിഹാസ്യമാണ്. അതിൽ നിന്ന് ഈ മുസ്ലിം സമുദായത്തെ രക്ഷിക്കണം ഈ മത നേതൃത്വം എന്നുകൂടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പെരുന്നാളിനെ അനിശ്ചിതാവസ്ഥയിൽ നിങ്ങൾ വിടരുത്. നിശ്ചിതമാണ്. അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ 1447 ഹിജറ വർഷത്തിലെ ഈദുൽ ഫിത്തർ അടുത്ത വെള്ളിയാഴ്ച നടത്തേണ്ടതാണ്. സർവാധിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല
സത്യം സത്യം പോലെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.